ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. എല്ലാവരും വെക്കേഷനിലാണെന്ന് അറിയാം. അപ്പോൾ കളിയൊക്കെ ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൈം നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണ്ടേ. അപ്പോൾ നമുക്ക് പതിയെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ആ പാഠത്തിൻ്റെ പേരെന്താണ്? ആറ്റത്തിൻ്റെ ഘടന. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഈ ചാപ്റ്ററിൻ്റെ പേര് അതിൽ എഴുതി വെക്കണം. വെറുതെ നോക്കി ക്ലാസ് കാണാൻ പാടില്ല. അപ്പോൾ പാഠത്തിൻ്റെ പേര് ആദ്യം തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ആറ്റത്തിൻ്റെ ഘടന. നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആറ്റം എന്താണ്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഏതൊരു വസ്തു എടുത്താലും നമ്മൾ അതിനെ ചെറുതാക്കി കട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു ചെറിയത് കിട്ടൂലേ, അതിനെയാണ് ആറ്റം എന്ന് പറയുക. ഇപ്പോൾ ഒരു പഞ്ചസാര ഒരു തരിയാണ് വിചാരിക്കുക. ആ തരി വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു തരി കിട്ടൂലേ, അതിനെയാണ് ആറ്റം എന്ന് പറയുക. അപ്പം മുന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്ന എന്താണ്? ആറ്റത്തിനെ വീണ്ടും മുറിക്കാൻ പറ്റൂല എന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും പഠിച്ചു ആറ്റത്തിനെ ആറ്റം തന്നെ ഏറ്റവും ചെറുതാണ്. അപ്പോൾ ആറ്റത്തിനെ വീണ്ടും മുറിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നാണ് പഠിച്ചത്? കുറേ സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, അതുപോലെ തന്നെ ഇലക്ട്രോൺ. ഇങ്ങനെ 3 തരത്തിലുള്ള കണങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഒരു ആറ്റം എടുത്താൽ ആറ്റം നമ്മൾ ആദ്യം പഠിച്ചത് ആറ്റത്തിനെ മുറിക്കാൻ പറ്റില്ല എന്നാണ്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ആറ്റത്തെ മുറിക്കാൻ പറ്റും. അപ്പോൾ ആറ്റത്തിനുള്ളിൽ 3 പ്രധാന കണങ്ങളുണ്ട്: പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയായിരിക്കും? ആറ്റത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണൊക്കെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന പാഠമാണ് ഈ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമ്മൾ ഇതിലൂടെ പല മാതൃക മനസ്സിലാക്കും. ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോ മാതൃകയാണ് മുന്നോട്ട് വെച്ചത്. എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് പ്രോട്ടോൺ ഇരിക്കുന്നത്, എവിടെയൊക്കെയാണ് ന്യൂട്രോൺ ഇരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ഘടന ഓരോ ശാസ്ത്രജ്ഞന്മാരാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ പിക്ചർ കണ്ട ഇതിലേക്കാണ് നമ്മൾ ലാസ്റ്റ് എത്തുക. ഇപ്പോൾ കണ്ടി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പി, പ്രോട്ടോണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് ആരാണ്? പി. എന്ന് പറഞ്ഞാൽ ആരാണ്? ന്യൂട്രോണ്. പിന്നെ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ആരാണ്? ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണാണ് ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. അപ്പം നമുക്കറിയാം ആറ്റത്തിൻ്റെ ഉള്ളിൽ 3 കണങ്ങളാണ് ഉള്ളത്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ്? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ്. അപ്പോൾ ഈ കണങ്ങളെ കുറിച്ചിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അപ്പോൾ നമ്മൾ ഇനി ആറ്റത്തിൻ്റെ ഘടന മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു എല്ലാ സാധനങ്ങളും എല്ലാതും എന്തെടുത്താലും അതെന്ത് ചെയ്തേക്കണേ, അത് അതിൻ്റെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആരുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ പഞ്ചസാര എടുത്തു എന്ന് വെച്ചിട്ട് ഒരേ ആറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പറയും ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഏറ്റവും ചെറുത് ആറ്റമാണ്, പിന്നീടാണ് ആറ്റത്തെ മുറിക്കാൻ പറ്റിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആറ്റം കൊണ്ടാണ് എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ട് ഈ ലോകത്തുള്ള എന്തെടുത്താലും, ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് എടുത്താലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും എടുത്താലും എല്ലാം ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആറ്റമാണ്. അപ്പോൾ സെയിം ആറ്റമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നിലധികം പലതരത്തിലുള്ള ആറ്റങ്ങൾ ചേർത്തിട്ടായിരിക്കാം ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമ്മൾ എന്തെടുക്കാം? പഞ്ചസാര എടുക്കാം. പഞ്ചസാര നമുക്കെല്ലാവർക്കും അറിയാം പഞ്ചസാര. അപ്പം നിങ്ങളോട് എക്സാമിനും ചോദിക്കും ഈ പഞ്ചസാരയിൽ ഏതെല്ലാം മൂലകങ്ങൾ ചേർന്നിട്ടാണ് ഉള്ളതെന്ന്. ഏതൊക്കെ ആറ്റങ്ങളാണ് അതിൽ ചേർന്നിട്ടുള്ളത്? കാർബൺ,
ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത്രയും മൂലകങ്ങൾ ചേർന്നിട്ടാണ്. മൂലകങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ഒരു ആവർത്തന പട്ടിക പഠിച്ചിട്ടുണ്ടാവില്ലേ? ആവർത്തന പട്ടിക നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പട്ടിക നിങ്ങൾക്ക് കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, ആവർത്തന പട്ടിക. അതിൽ നമ്മൾ ഒരുപാട് മൂലകങ്ങളെ കണ്ടിട്ടുണ്ടാവും. അതിൽ കാർബണ്, ഹൈഡ്രജന്, ഓക്സിജനാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. അപ്പോൾ ഇത് എന്തായാലും കാണാതെ പഠിക്കേണ്ടതാണ്. പഞ്ചസാരയിൽ ആരൊക്കെയുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി നമ്മൾ പറഞ്ഞു കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും അങ്ങ് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പഞ്ചസാര കിട്ടുമോ? ഇല്ല. ഒരു പ്രത്യേക അനുപാതത്തിൽ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തായിട്ടുള്ളൂ? പഞ്ചസാര കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ കാർബൺ എത്ര എണ്ണം വേണം? 12. ഹൈഡ്രജൻ എത്ര വേണം? 22. ഓക്സിജൻ എത്ര വേണം? 11. ഇങ്ങനെ എടുത്താൽ മാത്രമേ അത് പഞ്ചസാര ആവുള്ളൂ. അല്ലാതെ കാർബൺ കുറച്ച് 18, ഹൈഡ്രജന് കുറച്ച് 28, ഓക്സിജന് പിന്നെ 18, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്താവില്ല? പഞ്ചസാര ആകില്ല. അപ്പം ഏറ്റവും ചെറിയ രീതിയിൽ ഇങ്ങനത്തെ കുറേ എണ്ണം, ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഇതിൻ്റെ കുറേ എണ്ണം വരാം. ഈ പഞ്ചസാര എന്ന് പറയുമ്പോൾ വെറും 12 കാർബണും വെറും 22 ഹൈഡ്രജനും വെറും ഓക്സിജൻ 11 കൂടി ചേർന്ന ഒരു തുള്ളി മാത്രമല്ല. ഇങ്ങനത്തെ ഒരുപാട് എണ്ണം ചേർന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയ പഞ്ചസാര ആയി മാറുന്നത്. അപ്പോൾ മിനിമം ഇത്ര അവരിങ്ങനെ നിന്നാൽ മാത്രമേ അതെന്തുള്ളൂ? പഞ്ചസാര ആവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞത്? തന്മാത്ര സൂത്രവാക്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനും ചേർന്നത് എടുത്ത് നമ്മൾ രുചിച്ച് നോക്കി അത് എന്തിൻ്റെ രുചി ഉണ്ടാവും? പഞ്ചസാരൻ്റെ രുചി ഉണ്ടാവും. അപ്പോൾ ഇത് ഏറ്റവും ചെറുതാണ്. ഇല്ലാതെ ഇനി ഇതിൽ കുറയ്ക്കാൻ പറ്റുമോ? 12ന് പകരം നമുക്ക് 6 എടുത്ത് നോക്കാം. പറ്റുമോ? ഇല്ല. ഈ 12ന് പകരം 12 എടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് അതെന്തെയുള്ളൂ? പഞ്ചസാര ആവുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും മിനിമം ആയിട്ട് എടുക്കുന്നതാണ്, നമ്മൾ ഏറ്റവും കുറച്ചായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തന്മാത്ര സൂത്രവാക്യം. അപ്പം പഞ്ചസാരൻ്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കണം. കാണാതെ തന്നെ ഇപ്പം തന്നെ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക, പഠിക്കുക. അതിൻ്റെ തന്മാത്ര സൂത്രവാക്യം എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തതാണ് ഗ്ലൂക്കോസ്. നിങ്ങൾ ഗ്ലൂക്കോസും പൊടി കേട്ടിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെയാണുള്ളത്? കാർബണ്, ഹൈഡ്രജൻ, ഓക്സിജൻ. നമ്മൾ മുന്നത്തേലും ഇപ്പോൾ കണ്ടേലും നോക്ക്, കാർബണ്, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതിലും എന്താണ്? കാർബണ്, ഹൈഡ്രജൻ, ഓക്സിജനാണ്. പക്ഷേ നമ്മൾ 12, 22, 11 12, 22, 11 എടുത്താൽ അത് എന്ത് ചെയ്യണം? പഞ്ചസാരയാകും. ഗ്ലൂക്കോസ് ആവണമെങ്കിൽ ഇതിൻ്റെ ഇത്ര എടുക്കണ്ട. എത്രയെന്നറിയോ? 6 എണ്ണം എടുക്കണം. കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും ഇങ്ങനെ ചേർന്നാലാണ് ആരാവുക? ഗ്ലൂക്കോസ് ആവുക. ഇതാണ് അതിൻ്റെ ഇതിലും കുറവെടുത്താലോ ഇതിലും കൂടുതൽ എടുക്കാം, പക്ഷെ ഇതിലും കുറവെടുക്കാൻ പാടില്ല. ഇതേ റേഷ്യോയിൽ എടുക്കണം. 6 കാർബൺ എടുക്കുമ്പോൾ അതിൽ 12 ഹൈഡ്രജൻ വേണം, ഓക്സിജൻ 6 എണ്ണം വേണം. ഇങ്ങനെയുള്ള റേഷ്യോ വന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ? ഗ്ലൂക്കോസ് ആകുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര സൂത്രവാക്യമാണ് ഈ C6H12O6. ഇതെന്താണ്? ഇത് പഞ്ചസാരൻ്റെ. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ഇതിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും, അതേപോലെ തന്നെ അവരുടെ തന്മാത്ര സൂത്രവാക്യവും ചോദിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് H2O, ജലം. അപ്പോൾ ജലത്തിൽ എന്തൊക്കെയുണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് ഇങ്ങനെ നിന്നാൽ മാത്രമേ അത് ജലമാവുള്ളൂ. അല്ലാതെ ഒരു ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് HO, ഇത് വാട്ടർ ആവുമോ? ഇല്ല. അപ്പോൾ ജലം ആവണമെങ്കിൽ അതിൽ ഹൈഡ്രജനും ഓക്സിജനും വേണം. പക്ഷെ അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായ എല്ലാം ജലമാണോ? അല്ല. അത് ഈ റേഷ്യോയിൽ ഈ അനുപാതത്തിലും കൂടി നിൽക്കണം. ഈ അനുപാതത്തിൽ നിന്നാൽ മാത്രമേ ഈ ജലത്തിൻ്റെ രുചി കിട്ടുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ രുചി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? C6H12O6 ഈ ഒരു അനുപാതത്തിൽ അവരെന്ത് ചെയ്യണം? നിൽക്കണം. വേറെ ഏതെങ്കിലും അനുപാതത്തിൽ നിന്നാൽ അത് പല ഇതായി മാറും. ഇപ്പോൾ നമ്മൾ മുന്നേ ഒന്ന് കണ്ട് ഇതിൽ എന്തുണ്ട്? കാർബൺ, ഹൈഡ്രജൻ,
ഇതിൽ നമ്മൾ കണ്ടത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് എന്ന് വെച്ചിട്ട് ഇത് ഗ്ലൂക്കോസ് ആണോ? അല്ല. കാരണം ഇവിടുത്തെ റേഷ്യോ മാറിയില്ലേ, ഇവിടുത്തെ അനുപാതം മാറിയോണ്ടാണ് ഇത് പഞ്ചസാര ആയത്. ഇവിടുത്തെ അനുപാതം മാറിയോണ്ടാണ് ഇത് പഞ്ചസാര അല്ലാതെ ഇതെന്തായത്, ഇത് ഗ്ലൂക്കോസ് ആയി മാറിയത്. ഇവിടുത്തെ ഈ കാർബണിലെ, ഹൈഡ്രജനിലെ, ഓക്സിജനിലെ വ്യത്യാസം. അപ്പോൾ വെറും 3 എണ്ണേ നിങ്ങൾക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ തുടക്ക ഭാഗത്തിൽ. അപ്പോൾ ഈ 3 എണ്ണ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഓരോ പദാർത്ഥത്തിന് തന്മാത്ര എടുത്തു നോക്കിയാൽ ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു. കണ്ടില്ല, പ്രത്യേക അനുപാതത്തിൽ 2 ഹൈഡ്രജന് 1 ഓക്സിജൻ, അങ്ങനെ ഒരു പ്രത്യേക അനുപാതത്തിലല്ലേ ചേർന്നിരിക്കുന്നത്. അല്ലാതെ 1 ഹൈഡ്രജനും 1 ഓക്സിജൻ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക ആറ്റങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ആറ്റമാണ്, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങളാണ്. ഇവ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് തന്മാത്ര എന്താ നമ്മൾ പറഞ്ഞു, ഇതാണ് അതിൻ്റെ തന്മാത്ര സൂത്രവാക്യം എന്ന് പറഞ്ഞു. അപ്പോൾ തന്മാത്ര എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും, എന്നാൽ ഈ തെറ്റാണ് കേട്ടോ, ഇവിടെ ഇതാക്കണേ, സ്വതന്ത്ര ടൈപ്പിങ്ങിലെ മിസ്റ്റേക്കാണ് കേട്ടോ. സ്വതന്ത്ര, ഓക്കെ, ഇതാണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും പക്ഷേ സ്വതന്ത്ര അവസ്ഥയിൽ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഇതാണ് ഇതിൻ്റെ തന്മാത്ര. H2O എന്ന് പറഞ്ഞതിൻ്റെ തന്മാത്ര സൂത്രവാക്യം ഇതാണ്. ഈ H2O ഇനി ഒരുപാടാവാൻ, 2H2O, 3H2O, എത്ര വരെ 100, 1000 ഒക്കെ ആവാം H2O. അപ്പോൾ ഇതിനെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇതൊരു തന്മാത്രയാണ്. ജലത്തിൻ്റെ തന്മാത്രയാണ് H2O. അപ്പോൾ അതിൽ ആറ്റങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്? ഹൈഡ്രജൻ, ഓക്സിജൻ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പം നമ്മൾ ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു പ്രത്യേക അനുപാതത്തിലാണ്. ഇപ്പോൾ H2O എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആ അനുപാതത്തിലാണ്. അല്ലാതെ 3 ഹൈഡ്രജനും 1 ഓക്സിജനും ആണോ? അല്ല, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആ അനുപാതത്തിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? അത് വാട്ടർ ആവുള്ളൂ, H2O ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാം. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. H2O എന്ന് പറഞ്ഞൊരു തന്മാത്ര നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ ആറ്റം കൊണ്ടാണ്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഏതാണ്? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ പ്രധാന കണങ്ങളായ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സബ് അറ്റോമിക് കണങ്ങൾ എന്നറിയപ്പെടുന്നത്. സബ് അറ്റോമിക് കണങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പേര് എഴുതണോ? സബ് അറ്റോമിക് കണങ്ങളുടെ പേര് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ. നമ്മൾ കണ്ടു, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും കറങ്ങണ ഒരാളുണ്ട്. കറങ്ങണ ആളാരാണെന്ന് ചോദിച്ചാൽ അതാണ് ഇലക്ട്രോൺ. ഓക്കെ, അതാണ് നമ്മുടെ ഏതൊരു ആറ്റത്തിൻ്റെ മാതൃക എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കറങ്ങണ ആളാരാണ്? ഇലക്ട്രോണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് സുഖമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്? ഈ പ്രോട്ടോണ്, ന്യൂട്രോണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോയാലോ? ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓരോ കണങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഓരോ കണത്തിൻ്റെയും കണ്ടുപിടുത്തം നമ്മൾക്കറിയണ്ടേ? അങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തം നോക്കാം. ഇലക്ട്രോണിനെ എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാം. അതിന് ഹെൽപ്പ് ചെയ്ത ഒരു പരീക്ഷണമാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം.
ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. അവിടെ ഒരു കാഥോഡുണ്ട്. കാഥോഡ് കണ്ടില്ലേ? ഈ നെഗറ്റീവ് ഇലക്ട്രോഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോഡിനെയാണ് എന്തെന്ന് പറഞ്ഞത്? കാഥോഡ്. പോസിറ്റീവ് സൈഡിലുള്ള ഈ ഇലക്ട്രോഡ് ആരാണ്? ആനോഡ്. പിന്നെ വായുവിൻ്റെ മർദ്ദമൊക്കെ വായു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്വം പമ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എന്തുണ്ട്? പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വോൾട്ടേജ് കറണ്ട് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് കൊടുത്താൽ മാത്രമേ ഇവിടുന്ന് കാഥോഡ് രശ്മികൾ ഇങ്ങനെ വരുള്ളൂ. എവിടേക്ക്? ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക്. ഇപ്പുറത്തെ സൈഡ് ഇവിടെ നിന്ന് നല്ല വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള കാഥോഡിൽ നിന്ന് കാഥോഡ് രശ്മികൾ ഇങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ ആനോഡിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തെ സ്ക്രീനിൽ തട്ടും. ഈ സ്ക്രീനിൽ ഇവിടെ അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പച്ച നിറം ഉണ്ടാവും. ഈ കാഥോഡ് രശ്മികൾ വന്ന് ഇവിടെ ഉണ്ടാവും. പച്ച നിറം ഉണ്ടാവും ഇവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ പരീക്ഷണം പറയാം. പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, വില്യം ക്രൂക്സ് ആരാണ്? വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹ തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ആരാണ്? നമ്മുടെ വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിട് സ്ഥാപിച്ചു. ഇരുവശത്തും ലോഹത്തകിട് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ആരുണ്ട്? കാഥോഡ്. ഇവിടെ ആനോഡ്. സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബ്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ട്യൂബ്. ഇവിടെ ഇരുവശത്തും ഇലക്ട്രോഡ് ഉണ്ട്. ലോഹത്തകിടുണ്ട്. കാഥോഡും ആനോഡും. ഇതിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടു. ഇവിടുന്ന് ഉയർന്ന വോൾട്ടതയിൽ എന്ത് കടത്തിവിട്ടു? വൈദ്യുതി കടത്തിവിട്ടു. വായു ഒരു വിദ്യുദ്രോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ വൈദ്യുതി കടത്തിവിടുന്നില്ല. വിദ്യുദ്രോധി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി കടത്തിവിടാത്തവ, ഇൻസുലേറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ വായു ഒരിക്കലും വൈദ്യുതി ഇതിലൂടെ കടത്തിവിടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിലൂടെ നമ്മളെന്ത് ചെയ്യും? വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പോവില്ലേ ഇവിടെ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ? അപ്പോൾ കറണ്ട് പോകുമ്പോൾ വായു കറണ്ടിനെ കടത്തിവിടുന്നില്ല. കാരണം വായു കടത്തിവിടൂല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വായു കുറയ്ക്കണ്ടേ? വായു കുറച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ മർദ്ദമായി കഴിഞ്ഞ് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? വൈദ്യുതി ഇതിലൂടെ എന്ത് ചെയ്യും? കടന്നു പോകും. പിന്നെ സുഷിരമുള്ള ഇലക്ട്രോഡ്. ആനോഡ് സുഷിരമുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ചാലില്ലേ, അതിനുള്ള സിങ്ക് സൾഫൈഡ് ഭിത്തിയിൽ, ഇതാണ് സിങ്ക് സൾഫൈഡ് ഭിത്തി, അതിലൊരു ഇളം നിറത്തിലുള്ള എന്തുണ്ടാവുന്നു? തിളക്കമുണ്ടാകുന്നു. ഈ തിളക്കമുണ്ട്. ഇതിന് കാരണം എന്താണ്? കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണം. ഈ രശ്മികളെയാണ് കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. എന്താണ്? കാഥോഡ് രശ്മികൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നത്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. അതിൽ 2 തരത്തിലുള്ള ഇലക്ട്രോഡ് ഉണ്ട്. കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാണ്? ആനോഡും. എന്നിട്ട് ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിടുമ്പോൾ കാഥോഡിൽ നിന്ന് രശ്മികൾ ഇവിടെ ആനോഡിലൂടെ കടന്നു. ആനോഡ് സുഷിരമുള്ള ആനോഡാണ്. അതിലൂടെ കടന്ന് സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീനിൽ പതിക്കുന്നു. ഈ ഇവിടെ തിളക്കം കാണുന്നത് എന്തുകൊണ്ടാണ്? അത് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആയതുകൊണ്ടും ആണ് നമുക്ക് ഇവിടെ തിളക്കം കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തിളക്കം ഉണ്ടാവും. അപ്പോൾ ഇതിന് കാരണം ആരാണ്? ഇവിടുന്ന് കാഥോഡ് രശ്മികൾ വന്നത് കൊണ്ട് മാത്രമാണ് തിളക്കം ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത്. ഇനി ഈ കാഥോഡ് രശ്മികളുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈ കാഥോഡ് രശ്മികളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതെന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ നമുക്ക് കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ പഠിക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കും കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ നമ്മൾ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു. അധാര്യം എന്ന് വെച്ചാൽ പ്രകാശത്തെ കടത്തിവിടാത്തൊരു വസ്തുവില്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിഴലുണ്ടാകും. ഇതിന് കാരണം എന്താണ്? കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ വെക്കുമ്പോൾ ഇവിടെ ഒരു വസ്തു കൊണ്ട് വെച്ചാൽ, ഏതെങ്കിലും അധാര്യ വസ്തു വെച്ചാൽ ഇതിവിടെ തട്ടുമ്പോൾ ഇതിൻ്റെ നിഴൽ ഇവിടെ ഉണ്ടാവും. അതിനർത്ഥം എന്താണ്? ഇത് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പിന്നെ കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ച് കഴിഞ്ഞാൽ കാഥോഡ് രശ്മി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇതുകൊണ്ട് കറങ്ങും.
ഒരൊറ്റ തട്ടിൽ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ വരുന്ന രശ്മികൾക്ക് എന്തോ നല്ല ഭാരമുണ്ട്, മാസ് ഇല്ലേ? ഈ മാസ് ഇതുമ്പോൾ തട്ടുമ്പോഴാണ് ഈ ചക്രം ഉണ്ട് കറങ്ങുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ചക്രത്തുമ്പോൾ ഒറ്റ തട്ടൽ തട്ടുമ്പോൾ ഇതുണ്ട് കറങ്ങും. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കി ഇതിന് കാരണം രശ്മികളുടെ കണങ്ങൾക്ക് എന്തുണ്ട്? മാസ്സുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പോണ സാധനത്തിൻ്റെ ഇങ്ങനെ പോണ രശ്മിയുടെ അടുത്ത് കാഥോഡ് രശ്മികളുടെ പാതയുടെ ഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് വൈദ്യുതി പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ കാഥോഡ് രശ്മികൾ എങ്ങോട്ട് പോകും? നെഗറ്റീവ് ചാർജ് ഉള്ള ഈ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇങ്ങനെ കാഥോഡ് രശ്മികൾ പോവുമായിരുന്നു. ഇവിടെ വൈദ്യുത മണ്ഡലം കൊടുക്കണം, പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ നമ്മുടെ ഈ കാഥോഡ് രശ്മി എങ്ങോട്ട് പോകും? പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? വരുന്നതിൻ്റെ ചാർജ് പോസിറ്റീവ് ആകർഷിക്കണമെങ്കിൽ എന്താണെങ്കിലോ ഇത് നെഗറ്റീവ് ആയിരിക്കണ്ടേ? നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും മാത്രമേ ആകർഷിക്കുള്ളൂ. പോസിറ്റീവ് എന്ത് ചെയ്യും? വികർഷിക്കും. നെഗറ്റീവ് എന്ത് ചെയ്യും? വികർഷിക്കും. അതെന്ത് ചെയ്യണം? നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാഥോഡ് രശ്മികൾ വരുമ്പോൾ അത് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ഇവരെന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. കാഥോഡ് രശ്മികൾ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഈ കാഥോഡ് രശ്മികളിൽ ഈ നെഗറ്റീവ് ചാർജുള്ള കണികകൾക്ക് പറയുന്ന പേരെന്താണ്? ഇലക്ട്രോണുകൾ. അപ്പോൾ കാഥോഡിൽ നിന്ന് വരുന്ന കാഥോഡ് രശ്മികളിൽ അടങ്ങിയിരിക്കുന്ന കണമാണ് ആര്? ഇലക്ട്രോണ്. പിന്നെ ഈ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ആരാണ്? ജെ തോംസൺ. ഇതും എന്താണ്? അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം. കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളാണ് കാഥോഡ് രശ്മികൾ. ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളാണ് കാഥോഡ് രശ്മികൾ. അപ്പോൾ നമുക്ക് ഈ ആനോഡിൽ നിന്ന് രശ്മികൾ വന്നൂടെ ഇങ്ങണ്ട്? അപ്പോൾ അതാരായിരിക്കും? ആനോഡിൽ നിന്ന് വരുന്ന രശ്മികൾ ആരായിരിക്കും? നമുക്ക് ആനോഡ് രശ്മികൾ. അതിന് മറ്റൊരു പേരാണ് കനാൽ രശ്മികൾ. അപ്പോൾ കാഥോഡ് രശ്മികളും കനാൽ രശ്മികളും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എഴുതാൻ പറയുകയാണെങ്കിൽ കാഥോഡിൽ നിന്ന് വരുന്നതാണ് കാഥോഡ് രശ്മി. അപ്പോൾ ആനോഡിൽ നിന്ന് വരുന്നത് ആനോഡ് രശ്മിയാണ്. അതിന് മറ്റൊരു പേരാണ് കനാൽ രശ്മികൾ. അപ്പോൾ ഗോൾഡ്സ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ കണ്ടെത്തിയത്. അപ്പോൾ സുഷിരങ്ങളുള്ള കാഥോഡ്, ഈ സുഷിരങ്ങൾ നമ്മൾ പറഞ്ഞു ആനോഡിൽ നിന്ന് വരുന്നതാണ് കനാല് അല്ലേ? കനാല് ആനോഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് വേണം? സുഷിരമുള്ള കാഥോഡ് ഉപയോഗിക്കണം, എന്നാൽ എപ്പുറത്തേക്ക് കടന്നു പോവുക. അങ്ങനെ സുഷിരമുള്ള നമ്മൾ എന്തുപയോഗിക്കണം? കാഥോഡ് ഉപയോഗിച്ചിട്ട് ഈ പരീക്ഷണം ചെയ്തപ്പോഴാണ് കണ്ടെത്തിയത്. പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്ന്, അതായത് ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിന് അതിന് ആനോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നു. അപ്പം പിന്നെ കനാൽ രശ്മികൾക്ക് എന്ത് ചാർജ് ഉണ്ടെന്ന് മനസ്സിലായി? പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കനാൽ രശ്മികൾ ഈ പോസിറ്റീവ് ചാർജിന് കാരണം അതിൽ പോസിറ്റീവ് ചാർജുള്ള ഏതോ ഒരു കണമുണ്ട്. അതാരാണ്? പ്രോട്ടോൺ. പി പോസിറ്റീവ്, പ്രോട്ടോൺ പറഞ്ഞില്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? ആറ്റത്തിൻ്റെ ഘടന, ആറ്റത്തിനൊരു ഘടനയുണ്ട്. അപ്പോൾ ആറ്റത്തിൻ്റെ ഘടന നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എത്തിച്ചേരൽ ഈ ഘടനയിലേക്കാണ്. എന്തുണ്ടാവും? ഒരു ആറ്റം ഉണ്ട്. ഒരു ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇലക്ട്രോണാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. പിന്നെ നമ്മുടെ പഞ്ചസാരയിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ട്, ഏതൊക്കെ മൂലകങ്ങളുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അത് ഏത് അനുപാതത്തിലാണ്? 12, 22, 11, C12, H22, O11. ഈ സൂത്രവാക്യം എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ അറിയണം. പിന്നെ ഗ്ലൂക്കോസിൻ്റെ അതേപോലെ തന്നെ ഏതൊക്കെ എലമെൻ്റ് ഉണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതിൻ്റെ സൂത്രവാക്യം എഴുതാൻ അറിയണം. ജലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൂത്രവാക്യം എന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ പദാർത്ഥത്തിലും ആറ്റങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് തന്മാത്ര എന്ന് വയ്ക്കാൻ വേണ്ടത്? തന്മാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ H2ൻ്റെ ഒരു H2ൻ്റെ തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ H2ൻ്റെ വെള്ളത്തിൻ്റെ രുചി ഉണ്ടാവും. അങ്ങനെ ആ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ്. ഈ H2നെ ഇനി ചെറുതാക്കാൻ പറ്റും. ഒരു H എടുത്തിട്ട് ഒരു O എടുത്താലേ H2O ഇല്ല. ഈ H2നെ 2 H2O ഇങ്ങനെ എടുക്കണതാണ് ഏറ്റവും ചെറുത്. പിന്നെ നമുക്ക് 1000, 2000 ഒക്കെ എടുക്കത്.
അപ്പോൾ ഏറ്റവും ചെറുത് ഈ ചെറിയൊരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് തന്മാത്ര. ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ട്. പിന്നെ ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോൺ, അവയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സബ് അറ്റോമിക് കണങ്ങൾ എന്നും പറഞ്ഞത്. പിന്നെ ഈ പരീക്ഷണത്തിൽ എന്തൊക്കെ ചെയ്തു? ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടു, ഇതിലൂടെ കടത്തിവിട്ടു. അപ്പോൾ ഇവിടെ വായു ഉണ്ടെങ്കിൽ കടത്തി വിടൂല. വായു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വൈദ്യുതി കടത്തി വിടില്ല. വായു കുറച്ച് കഴിയുമ്പോൾ എന്ത് വൈദ്യുതി കടന്നു പോകുന്നു. പിന്നെ അപ്പുറത്ത് ഒരു തിളക്കം ഉണ്ടാകുന്നു. ഇതിലൂടെ കടന്നു പോയി ഇപ്പുറത്തൊരു ഇത് സുഷിരമുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ കടന്നു പോകണം. ഇങ്ങനെ കടന്നു പോയിട്ട് ഇപ്പുറത്ത് ഒരു തിളക്കം ഉണ്ടാവും, അതും മനസ്സിലാക്കുക. ഇപ്പോൾ കാഥോഡ് രശ്മികൾ ഉണ്ടാവും. പിന്നെ അതിന് നിഴലുണ്ടാക്കുന്നുണ്ട്, കാരണം നേർരേഖയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട്. പിന്നെ അതിന് മാസ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു ചക്രം വെച്ച് അത് കറങ്ങും. പിന്നെ വൈദ്യുതി മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അത് ഏതിൻ്റെ അടുത്തേക്ക് പോകും? പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. ഇങ്ങനെയൊക്കെ മനസ്സിലായി. കാഥോഡിന് നെഗറ്റീവ് ചാർജാണുള്ളതെന്ന് മനസ്സിലായി. അതിന് കാരണം എന്താണ്? ഇലക്ട്രോൺ അതിലുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? പിന്നെ ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള ഇലക്ട്രോണിൻ്റെ ചാർജ് E/m മാസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഓക്കെ, ജെ തോംസൺ ആണ് E/m റേഷ്യോ കണ്ടുപിടിച്ചത്. പിന്നെ കനാൽ രശ്മികൾ, കാഥോഡ് രശ്മികളാണ് ആനോഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ആനോഡ് രശ്മികൾ. കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനോഡ് രശ്മികൾക്ക് പോസിറ്റീവ് ചാർജ്. എങ്ങനെ ഓപ്പോസിറ്റ് എഴുതാനും ചോദിച്ചാൽ എന്ത് ചെയ്യണം? അറിയണം. ഓക്കെ, അപ്പോൾ കാഥോഡിലുള്ളതാണ് ഇലക്ട്രോണിന്, ആനോഡ് രശ്മികളിൽ അതായത് കലാൽ രശ്മികളിലുള്ളതാണ് പ്രോട്ടോൺ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? എടുത്ത കാര്യങ്ങൾ നോട്ട് എഴുതി നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, താങ്ക് യു.